പവൻ, നീ എവിടെയാണ്? അമൻ ഇതുവരെ വന്നില്ലേ? ഒരുപാട് താമസിച്ചല്ലോ. അമ്മ വിഷമിക്കേണ്ട, ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കാം. ചേട്ടനെ കാണുകയാണെങ്കിൽ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാം. അത് കൊള്ളാം. എന്നാൽ ചെല്ല്, വേഗം പോയിട്ട് വാ. നന്ദ പറഞ്ഞത് കേട്ട് അവരുടെ ഇളയ മകൻ പവൻ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം പോയപ്പോൾ അവന്റെ സഹോദരൻ അമൻ നടന്നു വരുന്നത് കണ്ടു. ചേട്ടാ, ഒരുപാട് താമസിച്ചല്ലോ. ഒരുപാട് ക്ഷീണിച്ചുപോയി. അവിടുന്ന് അവർ രണ്ടുപേരും കൂടി നടന്ന് വീട്ടിലേക്ക് വന്നു. പവൻ അവന് കുടിക്കാനായി വെള്ളം കൊടുത്തു. നന്ദയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്തു പറ്റിയടാ, നീ ഇന്ന് വല്ലാതെ താമസിച്ചല്ലോ. എന്തു പറയാനാ അമ്മേ, ഈ നഗരത്തിലെ ആൾക്കാരെല്ലാം വലിയ തട്ടിപ്പുകാരാ. നീ നടന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയേ. കൃഷിക്കായുള്ള വളം വാങ്ങാനല്ലേ ചേട്ടൻ പോയത്. പക്ഷെ വളം കൊണ്ടുവന്നില്ലല്ലോ. എന്തുപറ്റി? അതാ പറഞ്ഞു വരുന്നത്. സർക്കാരിന്റെ സപ്ലൈയിൽ വളം കിട്ടാനേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുറത്ത് വിൽപ്പനക്കാർ കൊള്ള വിലയ്ക്ക് വളം വിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ ലാഭമൊക്കെ എടുക്കാം. എന്നാൽ ഓരോ ചാക്കിലും 200-250 രൂപ ലാഭം ഉണ്ടാക്കണമെന്ന് കരുതിയാൽ അതെങ്ങനെ ശരിയാകും? അതും ശരിയാണ്. അവർ എന്തുമാത്രം കാശായിരിക്കും ഉണ്ടാക്കുന്നത്. ഗ്രാമത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ കൃഷികൾ ചെയ്യുന്നു. ശരിക്കും ലാഭം കൊയ്യുന്നത് അവരൊക്കെയാ. 2 രൂപയുടെ സാധനം 4 രൂപയ്ക്കും 4 രൂപയുടേത് 10-നും വിൽക്കുന്നു. നീ വെളുപ്പിനെ പോയതല്ലേ, എന്തെങ്കിലും കഴിച്ചോ? നല്ല വിശന്നമ്മേ. അങ്ങനെ വില കുറഞ്ഞത് എന്തെങ്കിലും കഴിക്കാമെന്ന് തന്നെ കരുതി. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പാനിപൂരിക്കാരനെ കണ്ടു. ആ ചതിയൻ പറഞ്ഞു 10 രൂപയ്ക്ക് 3 പാനിപൂരി തരാമെന്ന്. നമുക്കിവിടെ 10-ന് 5 എണ്ണം കിട്ടില്ലേ? എന്ത് നല്ല രുചിയുള്ളതാണ്. ഞാൻ നിവൃത്തിയില്ലാതെ ഒരു പ്ലേറ്റ് കഴിച്ചു. അതും കഷ്ടപ്പെട്ടുപോയി. എന്തൊരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരുന്നുവെന്നറിയാമോ? എന്റെ 10 രൂപ വെറുതെ നഷ്ടപ്പെട്ടുപോയി. നാളെ തന്നെ ചേട്ടന് രുചിയുള്ള പാനിപൂരി ഞാനുണ്ടാക്കിത്തരും. നിന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന രുചിയുള്ള പാനിപൂരി കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. അടുത്ത ദിവസം. അമ്മേ, എവിടെയാ? എന്തുപറ്റി? എന്തിനാണ് കിടന്ന് വിളിക്കുന്നത്? അമ്മയല്ലേ പറഞ്ഞത് പാനിപൂരി ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാമെന്ന്. എടാ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാൻ പാനിപൂരി ഉണ്ടാക്കി പാനിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി വേഗം നിങ്ങളുടെ പാത്രം എടുത്തുകൊണ്ട് വരൂ. പവൻ ഒരു പാനിപ്പൂരി കച്ചവടക്കാരനെ പോലെ തോളിൽ ഒരു തോർത്തൊക്കെ ഇട്ട് അമ്മയ്ക്കും ചേട്ടനും പാനിപ്പൂരി കൊടുക്കാൻ തുടങ്ങി. നിന്റെ പാനിപൂരി നഗരത്തിലെ പാനിപൂരിക്കാരൻ്റെതിനേക്കാൾ 10 ഇരട്ടിയല്ല 100 ഇരട്ടി ടേസ്റ്റ് ഉണ്ട്. അതെ, നീ ഒരു കാര്യം ചെയ്യേ. ഒരു പാനിപ്പൂരി കച്ചവടം തുടങ്ങി കൂടെ നിക്ക്. നിനക്ക് നല്ലൊരു കഴിവല്ലേ ദൈവം തന്നിരിക്കുന്നത്. നീ അത് ഉപയോഗപ്പെടുത്ത്. കടയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവന്റെ ഭാര്യ ഏറ്റവും സന്തോഷവതിയായിരിക്കും. എത്ര നല്ല പാനിപൂരിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചേട്ടാ, എന്റെ ഭാര്യയുടെ കാര്യം പറയുന്നതിന് മുൻപ് ചേട്ടൻ ആദ്യം സ്വന്തമായ ഒരു കല്യാണം കഴിക്ക്. ചേട്ടൻ വിഷമിക്കണ്ട. ഞാൻ ചേട്ടത്തി അമ്മയ്ക്ക് നല്ല പാനിപൂരി ഉണ്ടാക്കി കൊടുക്കും. പവന്റെ വർത്തമാനം കേട്ട് അമനും നന്ദയും പൊട്ടിച്ചിരിച്ചു. കാലം കടന്നുപോയി. അങ്ങനെ അമന്റെ വിവാഹം അനിതയുമായി നടന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പവന്റെ ഭാര്യയായി പാർവതിയും വന്നു. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ നന്ദ വളരെയധികം സന്തോഷിച്ചു. ഇന്ന് പാനിപൂരി കഴിക്കാൻ വല്ലാത്ത കൊതി. എനിക്കും കുറെ മാസങ്ങളായിട്ട് പാനിപൂരി കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ പാനിപൂരി കിട്ടില്ലേ? നിങ്ങൾക്ക് പാനിപൂരി കഴിക്കണം. പക്ഷേ അമ്മ എന്തിനാണ് ചിരിക്കുന്നത്? പാർവതി, നീ നിന്റെ ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കിയില്ല എന്നാണ് തോന്നുന്നത്. എന്റെ അനിയൻ എത്ര ടേസ്റ്റി ആയിട്ടാണ് പാനിപൂരി ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? സത്യം? നീ ഉണ്ടാക്കുമോ? ഇന്നെല്ലാവർക്കും പാനിപൂരി ഉണ്ടാക്കിത്തരാം. അന്ന് പാനിപൂരി ഉണ്ടാക്കുന്നതിന് മുഴുവൻ കുടുംബക്കാരും അവനെ സഹായിച്ചു. കുറച്ചു കഴിഞ്ഞ് എനിക്ക് കൊതിയായിട്ട് വയ്യ, ഞാൻ വേഗം പാത്രമൊക്കെ എടുത്തോണ്ട് വരാം. ആ പാർവതി, എല്ലാവർക്കും പാത്രം എടുത്തോളൂ, നമ്മളും കഴിച്ചു നോക്കട്ടെ. പവന്റെ പാനിപൂരിയുടെ രുചി നന്ദയ്ക്കും അമനും നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ. അന്ന് പാർവതിക്കും അതിന്റെ രുചി നന്നായി മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും നഗരത്തിൽ പോയി അവിടെ പാനിപൂരിയുടെ ഒരു കച്ചവടം തുടങ്ങൂ. 10-ന് 3 എണ്ണം കൊടുത്താൽ പോലും ആളുകൾ നിങ്ങളുടെ കടയിൽ ക്യൂ നിൽക്കും. അത് സത്യം തന്നെയാണ്. ഞാൻ ഇത്രയും നല്ല പാനിപൂരി എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ആ ദിവസവും കഴിഞ്ഞുപോയി. കുറച്ചു വർഷങ്ങൾ പിന്നെയും കടന്നു. അവരുടെ കുടുംബത്തിൽ പുതിയ ഒരാൾ കൂടി വന്നു. അമനും അനിതയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു, ബബിളു. കാലം കടന്നു പോവുകയും ബബിളു വലുതാവുകയും ചെയ്തു. ബബിളു പവന്റെ പുന്നാരയായിരുന്നു. ഒരു ദിവസം, ചേട്ടാ, ഈ വർഷം ഭയങ്കര വേനലായിരുന്നല്ലോ. എന്ത് വിതയ്ക്കും, എന്ത് കഴിക്കും, എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. ചേട്ടാ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ അനിയ. ഞാൻ നഗരത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി എന്തെങ്കിലും കൂലിപ്പണിയൊക്കെ ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കാം. ഇവിടെ കൃഷിപ്പണി ചെയ്യുന്നതിനായി ഒന്നും തന്നെ ബാക്കിയില്ല. നീ വളരെ ശരിയാണ് പറയുന്നത്. ഇവിടെ അമ്മ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നോടൊപ്പം വന്നേനെ. ഇഷ്ടം പോലെ പണവും ഉണ്ടാക്കാമായിരുന്നു. എന്നാലും സാരമില്ല, ഞാൻ നഗരത്തിൽ പണിയെടുത്ത് പണം അയച്ചു തന്നുകൊണ്ടിരിക്കാം. ഈ തീരുമാനം കുടുംബത്തിൽ എല്ലാവരോടുമായി ചർച്ച ചെയ്തപ്പോൾ പവൻ നഗരത്തിൽ പോകുന്നതിന് എല്ലാവരും അനുകൂലിച്ചു. കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് പവൻ നഗരത്തിൽ പോകുന്നത് അനിവാര്യമായിരുന്നു. പവൻ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? പറയൂ ചേട്ടത്തിയമ്മേ. അന്ന് ഞാനും പാർവതിയും വെറുതെ പറഞ്ഞതല്ല. നീ നഗരത്തിൽ പോകുമ്പോൾ നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ പാനിപ്പൂരി കട തുറന്നു നോക്ക്. നീ ഒരുപാട് കാശ് സമ്പാദിക്കും. അത് ശരിയാണ്, എനിക്കും തോന്നുന്നു. നിന്റെ ചേട്ടത്തിയമ്മയും അമ്മയും പറയുന്നത് പോലെ നീ അതൊന്ന് പരീക്ഷിച്ചു നോക്ക്. ശരി ചേട്ടാ, ഞാനിതിനായി
നന്നായി പരിശ്രമിക്കും. പവൻ വീട്ടിൽ നിന്നും കുറച്ച് പണവും എടുത്ത് നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ പാനിപൂരിയുടെ ഒരു കട അവൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവന്റെ കച്ചവടം മെച്ചപ്പെട്ടു. അപ്പോൾ അവൻ പാർവതിയെയും കൂടി നഗരത്തിലേക്ക് കൊണ്ടുവന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഗ്രാമത്തിൽ വന്ന് അവന്റെ കയ്യിൽ പണം നൽകി തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ബബിളുവും വലിയ കുട്ടിയായി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം നന്നായിട്ട് പോകുന്നു. നീ കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്. ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും. ഞാനൊരു വിശേഷം പറയാനാ വിളിച്ചത്. എനിക്ക് അവധിയായി. ഞാൻ നഗരത്തിലേക്ക് വരാൻ പോകുകയാ. അത് നല്ല കാര്യമാണല്ലോ. ഞാൻ വിളിക്കാനായി അങ്ങോട്ട് വരണോ? അത് വേണ്ട ചിറ്റപ്പ, ഞാൻ തനിയെ വന്നോളാം. ഞാൻ വലുതായില്ലേ. ബബിളുവിന്റെ സംസാരം കേട്ടപ്പോൾ പവൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഒരു ദിവസം ബബിളു നഗരത്തിലെത്തി. പവൻ ബബിളുവിന് പാനിപൂരി കടയിലേക്ക് കൊണ്ടുവന്നു. പാനിപൂരി ഉണ്ടാക്കിത്തരാം. ചിറ്റപ്പന്റെ കൈകൊണ്ടുണ്ടാക്കിയ പാനിപൂരി എപ്പോഴും കൊതിയോടെ ഞാൻ ഓർക്കും. അമ്മുമ്മയും അമ്മയും എല്ലാം അത് ആലോചിക്കും. എല്ലാം ദൈവത്തിന്റെ കാരുണ്യം. ദിവസവും ഒരു 500-600 രൂപയുടെ കച്ചവടം നടക്കാറുണ്ട്. ജനങ്ങൾ ഒരുപാട് വരുന്നതല്ലേ. പിന്നെന്താ നിങ്ങളുടെ കടയിൽ മാത്രം കുറച്ചുപേർ വരുന്നത്? ഇവിടുത്തെ കൂടുതൽ ആൾക്കാരും ഹോട്ടലുകളിൽ പോയാ ഭക്ഷണം കഴിക്കുന്നത്. പാനിപൂരി കടയിലേക്ക് ആരാ വരിക? അവിടെ 40-50 രൂപയ്ക്ക് 4 പാനിപൂരിയാ കൊടുക്കുന്നത്. ഈ തട്ടുകടയെ നമുക്കൊരു ഹോട്ടലാക്കി മാറ്റിയാലെന്താ? വലിയ ലൈറ്റും സംഭവങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്യാം. പാനിപൂരി പാനിപൂരിയായിട്ട് തന്നെ ഇരിക്കില്ലേ? അതിനും എന്തെങ്കിലും പുതിയ വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആളുകൾ അങ്ങേ തേടി വരണം. നീ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. നിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? ബബലു ഗ്രാമത്തിൽ നിന്നും നല്ല പച്ചമാങ്ങ കൊണ്ടുവന്നിരുന്നു. ബബലു പച്ചമാങ്ങ വച്ച് ഒരു ചമ്മന്തിയും ഉണ്ടാക്കി. അതുകൂടാതെ മാങ്ങ അരിഞ്ഞ് മുളകുമിട്ട് പാനിപൂരിയുടെ കൂടെ വെച്ചു. ഇനി ആളുകൾ വാങ്ങാൻ വരുമ്പോൾ ഉരുളക്കിഴങ്ങിന്റെ പാനിപൂരി വേണോ അതോ പച്ചമാങ്ങ ഇട്ട് ഉണ്ടാക്കിയ പാനിപൂരി വേണോ എന്ന് ചോദിക്കണം. പച്ചമാങ്ങയുടെ പാനിപൂരി എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നല്ല പുളിയുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ച മാങ്ങയില്ലേ, ആ പച്ചമാങ്ങ അങ്ങോട്ട് ചേർക്കണം. പവൻ ബബലു പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നോ? ആൾക്കാർ പച്ചമാങ്ങ പാനിപൂരി കഴിക്കാൻ ധാരാളമായിട്ട് വന്നു തുടങ്ങി. കുറച്ചു നേരം കൊണ്ട് തന്നെ അവന്റെ മുഴുവൻ പാനിപൂരിയും വിറ്റു തീർന്നു. 2 ഇരട്ടി പാനിപൂരി ഉണ്ടാക്കിക്കൊണ്ട് അവർ വന്ന് അന്ന് ഏകദേശം 3000 രൂപയുടെ കച്ചവടം അവിടെ നടന്നു. ഈ വീട് വളരെ വലുതാണല്ലോ. നമ്മളും ഒരുപാട് പേരില്ലേ? അത് ശരി തന്നെ. ഞാൻ എവിടെ താമസിക്കും? അമ്മയ്ക്ക് വലിയൊരു മുറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അയ്യോ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എന്റെ മുറിയിൽ എന്നോടൊപ്പം ആരായിരിക്കും താമസിക്കുക? നന്ദ ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൈകൾ പൊക്കി. ബബലുവിന്റെ ബുദ്ധിയും പവന്റെ കഠിനാധ്വാനവും ആ കുടുംബത്തിന്റെ തലയിലെഴുത്ത് തന്നെ മാറ്റിമറിച്ചു. അച്ഛാ, അച്ഛനിന്ന് നല്ല ചൂട് പാനിപ്പൂരി ഉണ്ടാക്കി വെച്ചോളൂ. ഇന്ന് എന്റെ കൂടെ സൗമ്യം വരുന്നുണ്ട് അച്ഛന്റെ പാനിപ്പൂരി കഴിക്കാൻ. ആഹാ, വിളിക്ക്. ഇന്ന് 2 കൂട്ടുകാരികളും കോളേജിൽ നിന്നും വരുമ്പോൾ എന്റെ കടയിലേക്ക് വരൂ. നിങ്ങൾ എല്ലാവർക്കും നല്ല ചൂടുള്ള പാനിപ്പൂരി ഉണ്ടാക്കി തരാം. എന്റെ പൊന്നച്ഛൻ. റീന സന്തോഷത്തോടെ കോളേജ് ബസ്സിൽ കയറിപ്പോയി. കോളേജിൽ സൗമ്യയോടും ഈ കാര്യം പറഞ്ഞു. അവളും സന്തോഷിച്ചു. ഹായ്, ഹരിയമ്മാവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചൂട് പാനിപ്പൂരി കഴിക്കാൻ കൊതിയാകുന്നു. ചൂട് പാനിപ്പൂരി ഞാനും കഴിക്കും. എനിക്കും ഒരുപാട് ഇഷ്ടമാ. ഞാനും വരട്ടെ? ശരി, 2 പേരും വാ. വൈകുന്നേരം റീന 2 സുഹൃത്തുക്കളോടൊപ്പം അച്ഛന്റെ കടയിലേക്ക് പോയി. ഹരി ചന്തയ്ക്കിടയിൽ ചൂട് പാനിപ്പൂരി ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. ഇതുപോലെ ആരും നഗരത്തിൽ പാനിപ്പൂരി വിറ്റിരുന്നില്ല. അവന്റെ ഈ പ്രശസ്തമായ പേര് കേട്ട് ചിലർ ദിവസവും പാനിപ്പൂരി കഴിക്കാൻ വരും. പതുക്കെ പതുക്കെ റീനയും തന്റെ അച്ഛനെപ്പോലെ പാനിപ്പൂരി ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കോളേജിലെ പഠനം തീർത്തതിനു ശേഷം പണക്കാരായ 2 സുഹൃത്തുക്കളും പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോയി. ഇവിടെയോ റീനയുടെ അച്ഛന്റെ ആരോഗ്യനില മോശമായി. അതുകൊണ്ടിപ്പോൾ അവൾ അച്ഛന്റെ ജോലി ഏറ്റെടുത്ത് ചെയ്തു. അവൾ ദിവസവും കട അവൾ മാറ്റി മാറ്റി വിറ്റുകൊണ്ടേയിരുന്നു. അവൾ നല്ല ചൂടുള്ള പാനിപ്പൂരി കടയിൽ വെച്ചുണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ചൂടുള്ള പാനിപ്പൂരി കഴിക്കൂ. ചൂടുള്ള പാനിപ്പൂരി ഒരു തവണ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. വരൂ വരൂ, നല്ല ചൂടുള്ള പാനിപ്പൂരി. കാലങ്ങൾ കടന്നുപോയി. നിധിയുടെയും സൗമ്യയുടെയും കല്യാണം ഒരു സഹോദരങ്ങളുമായി നടന്നു. അവർ അമേരിക്കയിലായിരുന്നു. അവർ തമ്മിൽ സ്നേഹത്തിലുമായിരുന്നു. ഇവിടെ റീനയ്ക്കും 2 സുഹൃത്തുക്കളെയും ഓർമ്മ വന്നു. എന്നാൽ അവളുടെ കയ്യിൽ 2 പേരുടെയും ഫോൺ നമ്പർ ഇല്ല അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. കുറച്ചു നാളുകൾക്ക് ശേഷം റീനയും അച്ഛന്റെ കാര്യത്തിന് ഡൽഹിക്ക് പോയി. അവൾ അവിടെ ഒരു കുടിലിൽ തന്റെ അമ്മയെ അച്ഛനെയും നോക്കാൻ തുടങ്ങി. കൂടെ തന്റെ ചൂടുള്ള പാനിപ്പൂരിയും ഉണ്ടാക്കി വിറ്റു. ഇവിടെ നിധിയുടെയും സൗമ്യയുടെയും ഭർത്താവിന്റെ ട്രാൻസ്ഫറും ഡൽഹിയിലായി. ഒരിക്കൽ, സൗമ്യ വാ, ഇന്ന് എല്ലാവർക്കും പാനിപ്പൂരി വാങ്ങിത്തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാം ഡൽഹിയിലെ ഭക്ഷണം എങ്ങനെയാണെന്ന്. ഹാ, എന്നാൽ എല്ലാവർക്കും പോകാം. നല്ല രസമായിരിക്കും. അവരെല്ലാവരും പാനിപ്പൂരി കഴിക്കാൻ പാനിപ്പൂരി കടയിലേക്ക് ഖാൻ മാർക്കറ്റിലേക്ക് പോയി. സൗമ്യ കഴിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടത്തെ പാനിപ്പൂരി ഇഷ്ടമായതേ ഇല്ല.
സൗമ്യേ, നീ കുറച്ചുകൂടി കഴിച്ചു നോക്ക്. സൗമ്യ പറഞ്ഞത് ശരിയാ, ഇതിനൊട്ടും രുചിയില്ല. ഞങ്ങൾക്ക് ഈ പാനിപ്പൂരി വേണ്ട. പാനിപ്പൂരിയൊക്കെ ഹരിയമ്മാവനും റീനയും ഉണ്ടാക്കണം. എന്നാൽ അവരെവിടെയാണെന്നറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശരി, ഞാനൊരു പ്ലേറ്റും കൂടെ കഴിക്കുക. അങ്ങനെ സമയം കടന്നുപോയി. ഒരിക്കൽ, അറിയില്ല നിധി, റീന എവിടെ പോയെന്ന്, എന്തായെന്ന്. കോളേജ് വിട്ടതിനു ശേഷം അവളെ കണ്ടതേയില്ല. എനിക്കും അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഒരിക്കൽ കാൺപൂരിലെ കസിന്റെ കല്യാണത്തിന് പോയപ്പോൾ അവളുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അത് പൂട്ടിയിരുന്നു. അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. സമയം കടന്നുപോയി. ഒരിക്കൽ സൗമ്യയുടെ ഭർത്താവ് അങ്കിത്, സൗമ്യയെ നാളെ ഓഫീസിലെ ക്ലയന്റിന്റെ കല്യാണമാണ്. എല്ലാവർക്കും പോകരുത്. അതുകൊണ്ട് നിങ്ങൾ റെഡിയായിക്കോ. അമ്മയും പ്രീതിയും കൂടെ വരുന്നുണ്ട്. അവർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാ എല്ലാവരെയും കൊണ്ടുവരണമെന്ന്. ശരി, ഞങ്ങളെല്ലാം തയ്യാറാകാം. നിധി, നീ ആ മേക്കപ്പ് ചെയ്യുന്ന ആളിനെ ബുക്ക് ചെയ്തേക്ക്. ശരി, ഞാൻ ഇന്ന് തന്നെ ഫോൺ ചെയ്യാം. അടുത്ത ദിവസം തന്നെ കല്യാണത്തിന് തയ്യാറായവർ പോയി. അവിടെ വലിയ പാർട്ടിയായിരുന്നു. അവിടെ പലതരത്തിലെ കടയുമുണ്ടായിരുന്നു. അവർ ഒരുമിച്ചു നിന്നപ്പോൾ അപ്പോൾ അനിയത്തി പ്രീതി വന്നു. നിധി ചേച്ചി, സൗമ്യ ചേച്ചി, നിങ്ങൾ ആ ഗോൾക്കപ്പയൊന്ന് കഴിച്ചു നോക്കിക്കേ. ഉറപ്പായും നിങ്ങൾ ഇത്രയും നല്ല ഗോൾക്കപ്പ കഴിച്ചിട്ടുണ്ടാവേയില്ല. വേണ്ട പ്രീതി, ഞങ്ങൾ കഴിക്കില്ല. ഇവൾ പറയുന്നത് ശരിയാ മോളെ. നീ ഈ ഗോൾക്കപ്പ കഴിച്ചാൽ നിന്റെ കൂട്ടുകാരുടെ ഗോൾക്കപ്പ മറന്നുപോവും. നിങ്ങളിങ്ങനെ പുകഴ്ത്തുന്നതൊക്കെ നിർത്തും. നിധിയും സൗമ്യയും പാനിപ്പൂരി ഉണ്ടാക്കുന്ന സ്റ്റോളിൽ പോയി അവർ ആ ചൂടുള്ള പാനിപ്പൂരി കഴിച്ചു നോക്കി. അയ്യോ, ഈ ചൂട് പാനിപ്പൂരി, ഇതിന്റെ സ്വാദ് ശരിക്കും റീനയും അവളുടെ അച്ഛനും ഉണ്ടാക്കുന്നത് പോലുണ്ട്. ചേട്ടാ, ഈ ഗോൾക്കപ്പ ആരാ ഉണ്ടാക്കിയത്? അത് ചേച്ചി, അകത്തൊരു മാഡം ഉണ്ടാക്കി തരുന്നതാണ്. അത് ഞങ്ങൾ ഈ സ്റ്റോളിൽ കൊടുക്കുന്നു. ഇത് ആ ഗോൾക്കപ്പയാ. വേഗം വരൂ സൗമ്യേ. അവർ രണ്ടുപേരും അകത്തു പോയപ്പോൾ റീന അവിടെ ഗോൾക്കപ്പയുണ്ടാക്കുന്നു. സൗമ്യ നിധിയും ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. സൗമ്യ, നിധി, നിങ്ങൾ ഇവിടെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? നന്നായിരിക്കുന്നല്ലോ നിങ്ങൾ. അയ്യോ, അതൊക്കെ വിട്ടിട്ട് നീ ആദ്യം വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിക്ക്. റീനെ, നീ എന്താ ഈ അവസ്ഥയിലൊക്കെ? നീ നന്നായി പഠിച്ചതല്ലേ, എന്നിട്ടിങ്ങനെ കല്യാണത്തിന് ഗോൾക്കപ്പയുണ്ടാക്കി വിൽക്കുന്നു? എന്തു പറയാനാ, ഈ ദരിദ്രയ്ക്ക് എന്തിനാണോ ദൈവം ഇത്രയും ബുദ്ധിമുട്ട് തരുന്നത്? കോളേജ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛന്റെ ആരോഗ്യം മോശമായി. അതുകൊണ്ട് വീട് നോക്കാനായി ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അച്ഛന്റെ ചികിത്സയ്ക്കായി ഡൽഹിക്ക് വന്നു. പക്ഷേ ഒരിക്കൽ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു. ക്ഷമയോടെ കേൾക്കണം. ഇനി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അദ്ദേഹത്തിന് ക്യാൻസറാണ്. ലങ്സ് പൂർണ്ണമായും നശിച്ചു. അങ്ങനെ മരണശേഷം റിയ തന്റെ അച്ഛനെ സംസ്കരിച്ചു. എന്നാൽ അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്കും വയ്യാണ്ടായി. അമ്മയും കിടപ്പുരോഗിയായി. ഒരു ദിവസം, എന്റെ മോളെ, ഞാനല്ലാതെ നിനക്ക് ഈ ലോകത്താരാ? നിന്നെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായി മരിക്കാമായിരുന്നു. വേണ്ടമ്മേ, ഞാൻ അമ്മയെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. റീന രാവും പകലും പണിയെടുത്ത് അവൾ കുറെ പണം പെട്ടെന്ന് തന്നെ സമ്പാദിച്ചു. അതെല്ലാം അമ്മയുടെ ചികിത്സയ്ക്കായി പോയി. കുറച്ചു പണം അവളുടെ കയ്യിലുണ്ടായിരുന്നതും ചിലവായി പോയി. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്തിനാ അമ്മ എന്നെ വിട്ടിട്ട് പോയത്? ഞാനിപ്പോൾ അനാഥയുമായി. ഞാനിനി ആർക്ക് വേണ്ടി ജീവിക്കണം? അമ്മ ഇങ്ങനെ പെട്ടെന്ന് എന്നെ വിട്ടിട്ട് പോയപ്പോൾ ഇനി എന്റെ തലയിൽ സ്നേഹത്തോടെ ആര് കൈവയ്ക്കും അമ്മേ? ആര്? അന്നു മുതൽ ഡൽഹിയിലെ തെരുവുകളിൽ ഞാൻ തന്നെ പാനിപ്പൂരി വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി. പിന്നെ കല്യാണ ഓർഡറുകളും എടുക്കും. നിർത്തു റീനെ, ഇനി നീ തന്നെയല്ല. ഞാൻ നിന്റെ സുഹൃത്ത് മാത്രമല്ല, സഹോദരിയുമാണ്. ഞങ്ങൾ ഇനി നിന്റെ കാര്യം നോക്കിക്കോളാം. അതെ, വാ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരെ പരിചയപ്പെടുത്താം. അവർ റീനയെ തന്റെ വീട്ടുകാരെ കാണിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സൗമ്യയ്ക്ക് അവരുടെ വീട്ടിൽ താമസിക്കാൻ മുറിയും കൊടുത്തു. അവൾക്ക് വേണ്ടി ഒരു വലിയ കടയും ഇട്ടുകൊടുത്തു. അവൾ അവിടെ നല്ല ചൂടുള്ള പാനിപ്പൂരി ഉണ്ടാക്കി വിറ്റു. അവളുടെ കച്ചവടവും നന്നായി പോയി. കുറച്ചു ദിവസത്തിനുള്ളിൽ അവൾ റെസ്റ്റോറന്റും തുടങ്ങി. ദിവസങ്ങൾക്കു ശേഷം അങ്കിത്തിന്റെ ഒരു സുഹൃത്തുമായി റീന ഇഷ്ടത്തിലായി. കല്യാണവും കഴിച്ചു. അങ്ങനെ റീനയും സന്തോഷത്തോടെ ജീവിച്ചു. Thanks for watching.